സംസ്ഥാനത്ത് പലയിടങ്ങളിലും ജനങ്ങൾ വന്യജീവി ആക്രമണ ഭീഷണിയിലാണ്. കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിലും മലയോരവാസികളുടെ ഉറക്കം കെടുത്തുകയാണ് കാട്ടാനകൾ. വിരട്ടിയോടിക്കാൻ പക്ഷേ വനംവകുപ്പിന്റെ കൈവശമുള്ളത് മങ്കി ഗൺ പോലെയുള്ള ഉപകരണങ്ങൾ മാത്രമാണ്. ജനവാസ മേഖലയിൽ ഭീതി പരത്തിയ ചക്കകുലുക്കിക്കൊമ്പന്റെ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളും ഇന്ന് 24-ന് ലഭിച്ചു. ഒരു വീടിന്റെ അടിസ്ഥാനത്തിന് മുകളിലാണ് ഞാൻ ഇരിക്കുന്നത്. കാട്ടാന തകർത്തെറിഞ്ഞതാണ് ഈ വീട്. വീട് മാത്രമല്ല, ഇവിടെ ഇറക്കുന്ന കൃഷിയുടെ ഒരു വിള പോലും ഇവിടുത്തുകാർക്ക് ലഭിക്കാത്ത സ്ഥിതിയാണ്. എല്ലാം കാട്ടാന തകർത്തെറിയുകയാണ്. തെന്മല, ആര്യങ്കാവ് പഞ്ചായത്തുകളിലെ താമസക്കാർ നെഞ്ചിടിപ്പോടെയാണ് ഈ നാട്ടിൽ കഴിച്ചുകൂട്ടുന്നത്. ആറാട്ട് ടീം വന്നിട്ട് കുറച്ച് ദൂരം വരെ ആനയെ ഓടിച്ചു വിട്ട് അതുപോലെ തന്നെ 1 മണിക്കൂർ കഴിയുന്നതിനകത്ത് ആന തിരിച്ചു വരികയും അതിലും കൂടുതൽ നാശനഷ്ടങ്ങൾ വരുത്തുകയും അത് പക വീട്ടിയതുപോലെ തന്നെ കുറേയധികം കൃഷിഭൂമി നശിപ്പിക്കുകയും 40-30 വർഷമൊക്കെ പഴക്കം ചെന്നിട്ടുള്ള പ്ലാവുകൾ, മാവ് ഇവയെല്ലാം കുത്തി ഇടുകയുണ്ടായി. നേരം ഇരുട്ടി തുടങ്ങിയാൽ ചക്കകുലുക്കിക്കൊമ്പനും ചെല്ലിക്കൊമ്പനും ഒറ്റക്കൊമ്പനുമൊക്കെ നാട്ടിലിറങ്ങും. പിന്നെയുള്ള കാഴ്ചകൾ ഇങ്ങനെ. കൊച്ചുകുട്ടികളും പ്രായമായവരും ഉൾപ്പെടെ നിരവധി കുടുംബങ്ങളാണ് ഈ പ്രദേശത്ത് താമസിക്കുന്നത്. വൈകിട്ട് 4 മണി കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. കാർഷിക വിളകൾ അത്രയും തിന്നുതീർക്കുന്നതിനൊപ്പം വർഷങ്ങൾ പഴക്കമുള്ള മരങ്ങൾ അത്രയും കുത്തിമറിച്ചിടുന്നു. 4 മണി കഴിഞ്ഞാൽ ഞങ്ങൾ കൃഷിയിടത്ത് ഇറങ്ങി പോകാൻ ഒക്കത്തില്ല. ആന മാവിനെ തിരിച്ചുകൊണ്ടിരിക്കുക. മാവ് തിരിച്ച് ആ മാവ് മറിച്ചു. അത് ഞങ്ങൾ 7-8 പടക്കം പൊട്ടിച്ചിട്ട് ആനയ്ക്ക് യാതൊരു വിധമായ ഇതുമില്ല. അത് കുത്തിമറിച്ചിട്ടേ പോയി. ഈ നാശങ്ങൾ വിതച്ച കാട്ടാനയെ നേരിൽ കാണാൻ കാത്തു ഞങ്ങളിരുന്നു. ഒടുവിൽ ചക്കകുലുക്കിക്കൊമ്പൻ ക്യാമറയ്ക്ക് മുന്നിലെത്തി. ആനയെ തുരത്താൻ വനംവകുപ്പിന്റെ RRT സംഘത്തെ വിളിച്ചു. 1 മണിക്കൂറോളം എടുത്തു റാപ്പിഡ് സംഘമെത്താൻ. അവരുടെ കയ്യിൽ ആകെയുള്ളത് മങ്കി ഗണ്ണും ട്രിപ്പലൻറ്റും. അതൊന്നും ഫലം കണ്ടതുമില്ല. ഈ സ്ഥിതിയിലായാൽ ഞങ്ങളുടെയൊക്കെ അവസ്ഥകൾ വല്ലാത്ത ദുരിതത്തിൽ തന്നെയായിരിക്കും. ഇവിടെ ജീവിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. രാത്രിയാമങ്ങളിൽ ഞങ്ങൾക്ക് സ്വൈര്യമായി ഉറങ്ങുവാനോ അല്ലെങ്കിൽ യാതൊരു വിധത്തിലും കുഞ്ഞുങ്ങളുമായിട്ട് ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇതേ രീതിയിൽ മുമ്പോട്ട് പോയാൽ ഏതെങ്കിലും ഒരു ജീവൻ ഇവിടെ പൊലിഞ്ഞു പോകും. ഒടുവിൽ നാട്ടുകാർ ദയനീയമായി ആനയോട് അഭ്യർത്ഥിക്കുന്നതും ഞങ്ങൾ കണ്ടു. മൂന്ന് തവണ പണമേറെ മുടക്കി ഇവിടെ ഫെൻസിംഗ് സ്ഥാപിച്ചതാണ്. പക്ഷേ അത് ചെറു കാട്ടുജീവികൾക്ക് പോലും തകർക്കാൻ കഴിയുന്ന വിധമായിരുന്നെന്ന് മാത്രം. കിടങ്ങ് സ്ഥാപിച്ച് സുരക്ഷയൊരുക്കണമെന്ന ഇവിടുത്തുകാരുടെ ആവശ്യത്തിനും കാലങ്ങളുടെ പഴക്കമുണ്ട്. മങ്കിഗണ്ണല്ലാതെ ഇവിടുത്തുകാരുടെ സുരക്ഷയ്ക്ക് മറ്റെന്തു മാർഗമെന്ന ചോദ്യത്തിന് RRTയുടെ മറുപടിയും വിചിത്രം. ഈ ചക്ക ഇത്രയും നിന്നില്ലേ, ഒരു കാരണവശാലും ആ ചക്ക കളഞ്ഞിട്ട് അത് പോകത്തില്ല. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഓടിച്ചപ്പോൾ ഇത്ര ഡിസ്റ്റൻസ് പോയി തിരിച്ച് വീണ്ടും വന്ന് പിന്നെ ആ കുലുക്കിയിടുകയായിരുന്നു ചെയ്തത്. ഈ ചക്ക സീസണും മാങ്ങ സീസണും ആകുമ്പോഴാണ് ഇത് കൂടുതൽ ശല്യം ഉണ്ടാകുന്നത്. നിരന്തരമായ ശല്യം ആകുമ്പം അത് പതുക്കെ ഒതുങ്ങി വേറെ സൈഡിലേക്ക് അങ്ങ് പോകാന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ നമുക്കൊരു ശാശ്വത പരിഹാരം ഇപ്പം എനിക്ക് പറയാൻ പറ്റുന്നില്ല. കാട്ടാന പേടിയിൽ ഇങ്ങനെ എത്ര നാൾ? അതാണ് നാട്ടുകാരുടെ നെഞ്ചുലഞ്ഞുള്ള ചോദ്യം. കാട്ടാന ശല്യം രൂക്ഷമായ തെന്മല ഒറ്റക്കൽ മേഖലയിലെ ജനങ്ങളുടെ ദുരിത ജീവിതത്തിൻ്റെ നേർക്കാഴ്ചയാണ് ഈ കണ്ടത്. തലനാരിഴയ്ക്കാണ് ഇവിടെ പലരുടെയും ജീവൻ രക്ഷപ്പെട്ടത്. സുരക്ഷയൊരുക്കാൻ ഇനിയും വൈകിയാൽ, അതുമൂലം ഒരു ജീവനെങ്കിലും നഷ്ടമായാൽ അതിന് സർക്കാർ മറുപടി പറയേണ്ടി വരും. തെന്മല ഒറ്റക്കലിൽ നിന്നും ക്യാമറമാൻ രാജ്കിരണിനൊപ്പം സുജിത് സുരേന്ദ്രൻ, 24 കൊട്ടാരക്കര. പൊതുജനം കഴുതയല്ല സാർ.